കേരളം വലിയ വിദ്യാഭ്യാസ സമ്പന്നരും നല്ല സംസ്കാര സമ്പന്നരും ഒക്കെ ആളുകളാണല്ലോ. പക്ഷെ മാലിന്യ കാര്യങ്ങളിൽ വളരെ പുറകോട്ടായിരുന്നു. അന്നൊരു സംസ്കാരം തന്നെ അവരവരുടെ വീട്ടിലുള്ള മാലിന്യം നല്ലൊരു ബാഗിൽ കെട്ടി വഴിക്ക് എവിടെയെങ്കിലും എറിയുക, ആരാൻ്റെ പറമ്പിൽ എറിയുക, ഇങ്ങനെയൊരു സംസ്കാരം തന്നെ വന്നിരുന്നു. പിന്നെ വഴിനീളെ മാലിന്യ കൂമ്പാരങ്ങൾ കാണായിരുന്നു. ഇതും ഒരു പൊരുത്തപ്പെട്ടു പോകുന്ന അവസ്ഥയായിരുന്നു. അതിലെങ്ങനെ മാറ്റം വരുത്താം എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ആ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഹരിത കേരള മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. അതായത് ഒരു നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി 4 മിഷൻ, അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഹരിത കേരള മിഷൻ. അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ബോധവൽക്കരിക്കലുണ്ട്. ആളുകൾ ഇറങ്ങി ഈ മാലിന്യ നിർമ്മാർജ്ജന പരിപാടികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പം തിരിഞ്ഞു നോക്കിയാൽ നല്ല പുരോഗതി ആ കാര്യത്തിലുണ്ടായി. നാട് മാലിന്യ കാര്യത്തിൽ വലിയ നിർമ്മാർജ്ജന രീതിയിൽ മുന്നോട്ട് പോകാനായി. എവിടെ നോക്കിയാലും പഴയ പോലെ മാലിന്യ കൂമ്പാരം കാണാനാവില്ല. പിന്നെ മറ്റേ സംസ്കാരത്തിനും, ഈ വലിച്ചെറിയൽ സംസ്കാരത്തിനും വലിയ മാറ്റം വന്നു. മാത്രമല്ല, ഇവിടെ കേരളത്തിൽ ചില നദികൾ പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടിരുന്നു. അത് വീണ്ടെടുത്തു. വരട്ടാർ പോലുള്ള നദികളൊക്കെ വീണ്ടെടുത്തത് കേരളത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെ മാറി. ജനങ്ങൾ സ്വയമേവ മുന്നോട്ട് വന്ന് നദികൾ വീണ്ടെടുക്കുന്ന, നദി സംസ്കരിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. പിന്നെ അതിൻ്റെ ഭാഗമായി നടപ്പാക്കപ്പെട്ട പച്ചത്തുരുത്ത്, അതൊക്കെ വലിയ തോതിൽ പ്രകൃതിയിൽ നമ്മൾ അനുകൂലമായി ഇടപെടൽ നടത്തുന്ന നില വന്നു. ഇത് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കേരളത്തിൻ്റെ അന്തരീക്ഷം മാറ്റുന്നതിന് വളരെ സഹായകരമായതാണ്. ഞങ്ങൾ കാണുന്ന ഇതെല്ലാം കൂടിയുള്ളതാണ് വികസനം എന്നാണ്. ഇത് സാധാരണഗതിയിലുള്ള വികസന പരിപാടിയായിട്ട് പലരും വിലയിരുത്തപ്പെടില്ല. പക്ഷേ നമ്മുടെ നാടിൻ്റെ ശുചിയും വൃത്തിയും ഇതൊക്കെ വളരെ പ്രധാനമാണല്ലോ. അതിൽ നല്ല മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും.